കരാറിന്റെ കാലാവധി തീരാൻ ഒരാഴ്ച കൂടി ഉള്ളൂ കേട്ടോ. അതിന്റെ ഉള്ളിൽ അനുമതി കിട്ടിയിട്ട് ആ സ്ഥലം മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതന്നെ, ഡയറക്ടറേറ്റിൽ നിന്ന് പേപ്പർ ഇന്നല്ലേ വന്നിട്ടുള്ളൂ. ഇനി അത് റെക്ടിഫൈ ചെയ്ത് അയച്ച് ഒരാഴ്ചയെങ്കിലും പിടിക്കും സാറേ. അയ്യോ ചേച്ചി ഇങ്ങനെ കരയണ്ട. സാർ ഈ ഡയറക്ടറേറ്റിൽ നിന്ന് പേപ്പർ വന്ന സ്ഥിതിക്ക് ഇനി അനുമതി കിട്ടാണ്ട് ആ പുരയിടം വാങ്ങാൻ പറ്റില്ല കേട്ടോ. അത് അതിലേറെ പ്രശ്നമാവും. ആ എന്റെ 3 ലക്ഷം രൂപ പോയി ചെയ്തള. ചേച്ചി ഇങ്ങനെ കരയല്ലേ? അല്ല കരഞ്ഞിട്ട് ഇപ്പോ എന്താ കാര്യം? ഇവൾ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് കരയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ശ്യാമളെ, നമുക്കത് വിധിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. സാർ അങ്ങനെയൊന്നും പറയല്ലേ സാർ. ഒന്നാമത്തെ സാറ് എന്ത് പണിയെ കാണിക്കും? ആരെങ്കിലും മേടിക്കോ ഈ സ്ഥലം? ഒരു വണ്ടി കയറും അവിടെ, ആകെ കഷ്ടിച്ചൊരു കാറ് പോയാ പോയി. അത്രേ ഉള്ളൂ. ഞങ്ങളോടൊക്കെ ഒന്നും അന്വേഷിക്കാറുന്നില്ല അങ്ങനെ ഒരു സ്ഥലം മേടിക്കുന്നതിന് മുമ്പ്. എന്താ ചെയ്യാന്നേ, അതിൽ പെട്ടുപോയി. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ. എന്താ സാറൊന്നും തോന്നരുത് കേട്ടോ. ഇല്ലില്ല. സാർ ഒരു പൊട്ടനാട്ടോ. ചേച്ചി കരയണ്ട. നീ കരയാതിരിക്കേ സാറേ. ഒരു 5000 ഉണ്ടെന്നേ. ഒരു നമ്പർ ഇറക്കി നോക്കാം. നടന്നു എന്താ ഒക്കെ വഴിയുണ്ട്, പറഞ്ഞുതരാം. വണ്ടു താന്ന് ഹെൽപ്പ് ചെയ്യോ? എന്ത്? താനൊന്ന് കൂടെ നിന്നാ മതി, വേറെ ഒന്നുമില്ല. ഞങ്ങളേ ഒന്ന് പോയിട്ട് വരാം. നമസ്കാരം. എന്റെ പേര് ശീതളൻ എന്നാണ്. ഞാനിങ്ങനെ അല്ലറ ചില്ലറ സ്ഥല കച്ചവടം പരിപാടിയൊക്കെ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ അകത്തിരുന്ന് സംസാരിക്കാൻ പറ്റുമോ? എന്തിനാ അകത്തിരിക്കണത്? അല്ല ഈ സാമ്പത്തിക കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ അകത്തിരിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. വേണ്ട, പുറത്തുനിന്ന് സംസാരിച്ചാൽ മതി. ഇവിടുന്ന് സംസാരിക്കാം, നല്ല കാറ്റുണ്ടല്ലോ. അപ്പോ മൊയ്തുക്കാടെ ഒരു സ്ഥലം കിടപ്പില്ലേ എവിടെ? നമ്മുടെ ഈ മുല്ലശ്ശേരി മുക്കില്. പള്ളിന്റെ ബാക്കിൽ 10 സെന്റ്. അതെ, ആ 10 സെന്റിന് നല്ലൊരു പാർട്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാ വന്നത്. അല്ല അതിന് ആ സ്ഥലം ഞമ്മള് ഒന്നും ഇങ്ങോട്ട് പറയരുത്. ഒരു വർത്തമാനം പറയരുത്. മാന്യമായ സംഖ്യ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് അങ്ങോട്ട് തരും. 3,10,000 രൂപ പെർ സെന്റിന് കടയിലുണ്ട്. 3,10,000 രൂപ തരും. 10,000 രൂപന്റെ കമ്മീഷനാണ്. അത് ഞാൻ കയറ്റി വെച്ചതാണ്. അതിന് ഇക്കാൾക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് 10,000 കൂടി ഞാൻ കൂട്ടി പറയുന്നത്. അതിന് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഞാനിത് 2 ലക്ഷത്തിന് അഡ്വാൻസ് മേടിച്ചു പോയി. മോശമായി പോയി. എന്താ പറയണേക്ക് 2 ലക്ഷത്തിനോ? ആ സ്ഥലോ സെന്റിന്? അയ്യോ ഭയങ്കര മോശമായി പോയില്ലേ. നിങ്ങൾ ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് കച്ചവടത്തിനെ കുറിച്ച് അങ്ങനെ ഒരു സ്ഥലമൊക്കെ നല്ലൊരു സ്ഥലം ഇങ്ങനെ കൊടുക്കും. നിങ്ങൾ കുറച്ച് വൈകിപ്പോയി, അതാണ്. അതല്ല, നമുക്കൊരു പാർട്ടി വരുമ്പോഴല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പൊ അവരിങ്ങോട്ട് വന്ന് ചോദിച്ചാണ്. അപ്പൊ നല്ല സ്ഥലമാണ്, അവർക്ക് താല്പര്യമായി. അതുകൊണ്ട് മാത്രം ഞാൻ ഈ ചെറുകിട കച്ചവടം ഒന്നും ചെയ്യാറില്ല. ഏക്കർ കണക്കിനുള്ള സ്ഥലമൊക്കെയാണ് കച്ചവടം ചെയ്യാറ്. ശരിയാ, ഞാൻ അഡ്വാൻസ് മേടിച്ചു പോയി. അല്ല ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനൊന്നുമില്ല. ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, ആ അഡ്വാൻസ് മേടിച്ചത് തുക അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ട് ആ കരാർ എഴുതിയത് ഇങ്ങോട്ട് വാങ്ങും. അല്ല അതിപ്പോ മൂപ്പരൊരു ഉദ്യോഗസ്ഥനാണേ. അപ്പൊ നമ്മളിപ്പോ കായ് കൊടുത്താലും മൂപ്പര് അഗ്രിമെന്റ് തിരിച്ചു തരുമോ? 10 ലക്ഷം രൂപ കൂടുതൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വെറുതെ കളയണ്ട, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലെ ഇപ്പൊ അഡ്വാൻസ് മേടിച്ചത് എത്രയാ? അഡ്വാൻസ് 3 ലക്ഷം മേടിച്ച്. 3 ലക്ഷം? അത് എവിടെ ഇരിക്കുന്നത്? അത് ഇവിടെയല്ല, അനിയന്റെ സുലൈമാന്റെ വീട്ടിലാ. അതെ, ഇവിടെ ആയിക്കോട്ടെ. ആ കാശ് ഉടനെ തിരിച്ചു കൊടുത്തിട്ട് അത് ഇങ്ങോട്ട് മേടിക്കായിരിക്കും നല്ലത്. വെറുതെ 10 ലക്ഷം രൂപ നമ്മൾ ഞാനിപ്പോ കായ് അവിടെ കൊടുത്തിട്ട് എഗ്രിമെന്റ് തിരിച്ച് കൊണ്ടുവന്ന് വിചാരിക്കാം. നിങ്ങളിപ്പോ സ്ഥലം എടുക്കുന്നു, ഇപ്പൊ എന്താ അത്ര ഉറപ്പ്? നമ്മുടെ കാര്യത്തിലാണോ സംശയം? നല്ല കാര്യം. മണ്ടോതിരി മാഡം ഒന്നുകൂടെ വരൂ. നമ്മുടെ പാർട്ടിയാണല്ലേ? അല്ല നിങ്ങൾക്ക് 10 റുപ്യ. എനിക്ക് 10 റുപ്യ ഞാനത് കയറ്റി വെച്ചാണ്. പിടിച്ചു നോക്കിയേ, കുഴപ്പമില്ല, പെടുത്താൻ വിട്ടാകും. ഇതാണ് നമ്മുടെ പാർട്ടി. അപ്പോൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആ ടോക്കൺ അഡ്വാൻസ് ആണ് കൊടുത്തു. ഈ കാര്യത്തിൽ ഇക്കാക്കൊരു സംശയം വേണ്ട. ഏട്ടാ ഇത് ടോക്കണാണ്. ടോക്കൺ സംഖ്യയാണ് 5 റുപ്യ അല്ലേ? ഇത് കയ്യിലിരുന്നോട്ടെ. ഇപ്പൊ ഹാപ്പി അല്ലേ? അല്ല ഇത് ഹാപ്പി ആവണമെങ്കിലേ ഒരു ഉറുപ്പ്യം കൂടി ഇതിനകത്തൊന്ന്, ഒരു ബൗസിനെ 5001 എന്ന് പറയുമ്പോ ഒരു ബൗസാണ്. ഉണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ ബൗസാണ്. ഇതിന്റെ മേലെ പഠിച്ചോളി. ഇപ്പോഴാണ് ബൗസായത്. സന്തോഷമായി. അപ്പൊ നമ്മളിനിപ്പോ വേഗം 3 ലക്ഷം എടുത്തിട്ടേ മൂപ്പരെടുത്ത് പോയി നോക്കട്ടെ. മേടിച്ചാളാ. ശരി, സന്തോഷം.
പൈസ വരുന്നത്